ഹലോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ്? ട്രെയിൻ ട്രെയിൻ പോകുന്ന പോകുന്ന സൗണ്ട് സൗണ്ടാ. കേട്ടോ. ഒരു ട്രെയിൻ തൊട്ടടുത്ത് വിടാണ് പോകുന്നതിന്റെ സൗണ്ട്. നമ്മൾ പോകുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ കോളേജ് ജംഗ്ഷനിൽ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ മധുരയിൽ ഫേമസ് ആയിട്ടുള്ള ജിഗർദണ്ഡയുടെ അവരുടെ തന്നെ ഫേമസ് എന്ന് ഫ്രാഞ്ചൈസി, ആ ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ് നമ്മുടെ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒതന്റിക് ആയിട്ടുള്ള ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടാവും. അകത്ത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കുറെ നേരം നമുക്ക് കോപ്പിറൈറ്റ് സോങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് എന്തായാലും നമ്മൾ കുറച്ച് എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഡെയിലി വ്ളോഗ് അതിനകത്ത് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വെച്ചു. അപ്പൊ എങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. കൂടുതലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ്സ് എല്ലാം ഇടാറുണ്ട്. അപ്പൊ എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, മറക്കാതെ ചെക്ക് ചെയ്യണേ. നീ ഇതിനു മുമ്പ് ജിഗർദണ്ഡ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ജിഗർദണ്ഡ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ വന്ന വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊല്ലത്ത് വരണമെന്ന്, ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പൊ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയി ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് ഒന്നും അറിയില്ല. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ളത്, നമ്മുടെ ബോഡി ഹീറ്റ് ഒരുപാട് കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കും. ബദാം ഗമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നിർദണ്ഡി വരുന്നുണ്ട്. അതെ, അതേക്ക് ഒന്ന് രണ്ട് ഐറ്റംസ്. മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ ഈ ബദാം ഗമ്മ, പിന്നെ പാല്, നിർദണ്ഡി, പിന്നെ വേറെ എന്തോ ഐറ്റം കൂടെ ഉണ്ട്. എന്തോ ഒന്നോ രണ്ടോ ഐറ്റം കൂടെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. ഹീറ്റ് കുറയ്ക്കുന്നത് മാത്രമല്ല വേറെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ ഒരുപാട് അടുത്ത് ഇത് വാങ്ങാൻ നോക്കിയായിരുന്നു, ഏതാ ബദാം ഗം, പക്ഷെ നമുക്ക് കിട്ടിയില്ല. ഓൺലൈനിലുണ്ട്, അല്ലാതെ ഓഫ്ലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുപാട് അടുത്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങും നമുക്ക് ആ ഒരു സംഭവം അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ആർക്കും അങ്ങനെ ഫെമിലിയർ അല്ലായിരുന്നു. നമ്മള് പലയിടത്തും പോയി നമ്മൾ തിരക്കിയപ്പോഴും അവർക്ക് അറിയത്തില്ല അതെന്താണെന്ന്. അവര് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ബദാം ഗം എന്ന് പറയും, ബദാം പിസിൻ എന്ന് പറയും. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും ഈ ഫേമസ് എന്ന് പറഞ്ഞ ഈ ഒരു കട തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. കാര്യം തമിഴ്നാട്ടില് ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നല്ല ചൂടാ. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ശരീരം ചൂടാവും. അപ്പൊ ആ ഒരു ശരീരം തണുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഡ്രിങ്ക് ആണ്. ഒരു കാര്യം കൂടെ, ഇതിന് കലോറി കൂടുതലാണെന്നാണ് ഞാൻ എവിടെയോ വായിച്ചപ്പോൾ മനസ്സിലായത്. കലോറി കൂടുതലുണ്ട്. ഡെയിലി ബേസിൽ നമുക്ക് ഇത് ഡ്രിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്കിത് കൺസ്യൂം ചെയ്യാം, ഒരളവിൽ നമുക്ക് കൺസ്യൂം ചെയ്യാം. കാര്യം ഇത് അത്യാവശ്യം നല്ല മധുരം. ബദാം ഗം ഡെയിലി ഉപയോഗിക്കാനും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ബദാം ഗം എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല, അതിന് ടേസ്റ്റോ അങ്ങനെ മണമോ അങ്ങനെ ഒന്നും ഉള്ളൊരു സംഭവമല്ല. ഇതൊരു നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ഒരു ജെല്ല് കണക്കാവും. അത് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് മേടിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത്. അപ്പൊ ഇനിയിപ്പോ അതങ്ങനെ നോക്കാം. നമ്മൾ ഓൺലൈൻ പിന്നെ നോക്കാൻ എന്താ വെച്ചാൽ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നില്ല, ഒറിജിനൽ ആണോ. അതെ, ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ നോക്കാത്തത്. അങ്ങനെ ജിഗർദണ്ഡയുടെ സ്ഥലം എത്താറായി. കോളേജിൽ നമ്മുടെ ലക്ഷ്മി ബേക്കറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമ്മുടെ കൊല്ലത്ത് അങ്ങനെ ഫസ്റ്റ് ഒരു ജിഗർദണ്ഡയുടെ ഷോപ്പ് വന്ന് അങ്ങനെ ഞങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം കേട്ടോ, നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെയാണ്. കണ്ടോ, അടിപൊളി ആംബിയൻസ് ഒക്കെയാണ്. മെനു കാണിച്ചു തരാം. ഞാൻ അധികം കഴിക്കുന്നില്ല, നമ്മളൊരു പനി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതുകൊണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം, എനിക്ക് വേണ്ട കഴിച്ചു. ശരി, അങ്ങനെ ഏട്ടൻ ജിഗർദണ്ഡ ട്രൈ ചെയ്യാൻ പോവുക. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഒരു എന്താ പറയുക, ഫ്രാഞ്ചൈസി, അതായത് നമ്മുടെ കേൾക്കാൻ പാടായിരിക്കും. ഇത് ഫ്രാഞ്ചൈസിയാണ്. ഇത് ഫ്രാഞ്ചൈസിയാണല്ലേ? അതെ, നമ്മുടെ മധുര ജിഗർദണ്ഡ. തണുപ്പായിട്ട് പേടിച്ചു വെച്ചായിരുന്നു. പറഞ്ഞുതരാം. ഇത് റെഗുലർ ഉണ്ട്, ജംബോ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിലും ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി തിക്കായിട്ടുള്ളതാണെന്ന് പറഞ്ഞത്. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഫ്രീസിങ് ടൈം കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ ഫലൂഡ, അതിൻ്റെ തന്നെ ഫലൂഡയുണ്ട്. പിന്നെ ഇവർക്ക് ഫ്ലേവേർഡ് ഐസ്ക്രീംസ് ഉണ്ട്. പിന്നെ
പിന്നെ അത് കണക്ക് തന്നെ റോസ് മിൽക്ക്, വാനില, സ്ട്രോബെറീസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആസ്വദിച്ചിരുന്ന് കഴിക്കുക. കഴിച്ചു. ശരി, നല്ല രസമുണ്ട്. ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. സീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം സീറ്റിംഗ് ഉണ്ട് അല്ലേ? കുറച്ച് പേർക്ക് ഇരിക്കാം. 8 12 15 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് ഇതൊക്കെ ഉണ്ട്. അടിപൊളിയാണ് അല്ലേ? ഇവിടെയും കുറേ പേര് ഇരിക്കാം. ഇപ്പൊ നമ്മുടെ ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുവല്ലേ? ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് നാളെ പെട്ടെന്ന് വർക്ക് തീരുമായിരിക്കും. തീർന്നു കഴിയുമ്പോൾ കിയോസ്ക് കണക്ക് കൊടുക്കുമായിരിക്കും അല്ലേ? അടിയിലെല്ലാം കിയോസ്ക് ഒക്കെ ഉണ്ട്, ഒരുപാട് കിയോസ്കുകളുണ്ട്. മറ്റേ ഇതാണ് എന്തോ പാലത്തിന്റെ അടിയിലുള്ള ഇത് എത്രയോ കോടി രൂപയുടെ പ്രോജക്റ്റാ സംഭവം. എത്രയോ കോടി രൂപയുടെ പ്രോജക്റ്റാ. ഇപ്പൊ നമ്മള് ക്യാമ്പ് റിസർവേ ക്യാമ്പ് കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അവിടെ വെച്ച് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, കുറച്ച് ക്ലിപ്പേ ഉള്ളൂ. അത് പക്ഷെ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, കാരണം വേറെ ആളുകൾ ഉള്ളത് കൊണ്ട് ഡിസ്റ്റർബ് ആവുമല്ലോ. അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും സംസാരിച്ചില്ല, ആരും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതെ, ഞങ്ങൾ ഒരെണ്ണം മാത്രമാണ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയത്. നമ്മൾ ട്രൈ ചെയ്ത് നോർമൽ ട്രൈ ചെയ്ത്, അത് കാര്യം നമുക്ക് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പനി കഴിഞ്ഞതേ ഉള്ളൂ, വയ്യ, ഒട്ടും വയ്യ. എന്നിട്ട് തന്നെ എനിക്ക് കഴിച്ചിട്ട് എനിക്കിപ്പോ ചെറിയ അസ്വസ്ഥതയുണ്ട്. പിന്നെ ഇന്നലെ എങ്ങാണ്ട് ഓപ്പണിംഗ് ഓഫർ ആയിട്ട് buy 3 get 1 free ബൈ 2 get 1 free എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ. ഇനിയിപ്പോ എന്തെങ്കിലും ഓഫർ വരുമായിരിക്കും, അപ്പം ആ സമയത്ത് നമുക്ക് പറയാം. അങ്ങനെ അടുത്ത പരിപാടി എന്തുവാ? നമ്മള് വീട്ടിൽ വന്നു, നീ എന്തെങ്കിലും കഴിക്കണം. വന്നതേ ഉള്ളൂ. നമ്മള് രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പൊ ഇനിയിപ്പം കഴിക്കാം. ഓക്കെ. അച്ഛൻ എനിക്ക് രാവിലെ എന്താണ് ഐറ്റം? നെയ് റോസ്റ്റ്. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. ഓക്കെ. നെയ് റോസ്റ്റ് ആണ്. ഒരു നെയ് റോസ്റ്റ് മതി, കുഞ്ഞു നെയ് റോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ. അതെ, ആദ്യം അച്ഛൻ പറഞ്ഞത് നമുക്ക് ദോശയും സാമ്പാറും കഴിക്കാന്നാണ്. പിന്നെ മാറി നെയ് റോസ്റ്റ് ആയി. അങ്ങനെ പഞ്ചസാര അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ്. നെയ് റോസ്റ്റ്, പഞ്ചസാര, ജാമും കിട്ടില്ലോ, അത് അടിപൊളി. ഇതിലും കിട്ടുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടത് ജാമു കേട്ടാ, ഒരു രക്ഷയില്ല. ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ? അടിപൊളി ടേസ്റ്റാ. ഞാൻ കഴിച്ചു കഴിഞ്ഞെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞ് മാവ് അധികം ഉണ്ടെങ്കിൽ പറഞ്ഞും കൂടെ ഒന്ന് തരണേ. എനിക്ക് നല്ലത് ഇതുപോലെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം. അച്ഛൻ്റെ ഇങ്ങനെ വന്ന് നമ്മള് പഞ്ചസാര അടിച്ചു മാറ്റി പഞ്ചസാരയായിട്ട് കഴിക്കണം. അടിപൊളി ടേസ്റ്റാ. ഓ മോയ, ആ ക്രിസ്പിനെസിന്റെ സൗണ്ട് കേട്ടാ. അപ്പൊ കഴിച്ചിട്ട് കാണാം അല്ലെ? ഓക്കെ. രാവിലെ നമ്മൾ കഴിച്ചിട്ട് കാണാന്ന് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ നേരം രാത്രിയായി, ഇരുട്ടിപ്പോയി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇവിടെ അച്ഛൻ ഗേറ്റിന്റെ പണി മൊത്തം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എന്തുവായിരുന്നു പരിപാടി? ഞാൻ അകത്ത് കുറച്ച് ജോലി, എനിക്ക് വെയിലത്തിറങ്ങാൻ വയ്യായിരുന്നു. തൊണ്ട കഴിച്ചിട്ട് തൊണ്ട ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്കൊരു ചെറിയൊരു തൊണ്ടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. കാര്യം കഴിക്കാതെ ഇത്രയും നാൾ നമ്മൾ പനിയൊക്കെ ആയിട്ട് കഴിക്കാതിരുന്നല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ പ്രശ്നം തൊണ്ടയ്ക്ക് വന്നു അല്ലേ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനും മറന്നുപോയി. ഉച്ചയ്ക്ക് കഴിക്കുന്ന പോലും എടുത്തില്ല, കഴിക്കുന്നെടുത്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇനിയിപ്പോഴേ അച്ചു എങ്ങോട്ടാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഗേറ്റിൽ അച്ഛൻ കുറച്ച് പണിയൊക്കെ ചെയ്ത് എനിക്ക് അറിയാവുന്ന കണക്ക് ഞാൻ കുറച്ച് അച്ഛനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അച്ഛനാണ് മെയിൻ. അപ്പൊ നമുക്ക് എല്ലാ തവണ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടെ പോയി ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. ഇത്തവണ അച്ഛന് വെയിലത്തിറങ്ങാൻ വയ്യ, ഇനിയും പനിയാക്കാൻ വയ്യ, അത് കാരണം ഞാൻ ഇറങ്ങിയില്ല. അപ്പം ഇപ്പൊ അച്ഛൻ കയറിയതേ ഉള്ളൂ. ഇത്രയും സമയം രാത്രിയായി. ഞാൻ വിചാരിച്ചു എന്തായാലും പോയിന്ന് നോക്കാന്ന് വിചാരിച്ചു. ഒരുപാട് ഇരുട്ടി. കൂടെ കാണിച്ചു തരാം. അതെ, എന്താ ചെയ്തേ? മിക്കി മൗസ്. അച്ഛൻ ഇവിടെ 2 ചെടി ഇങ്ങോട്ട് മാറ്റി സെറ്റ് ആക്കണേന്ന് പറഞ്ഞു. അത് വളർന്നു വരുന്നതേ ഉള്ളൂ അല്ലേ? അതെ, അടിപൊളിയായിട്ട് സെറ്റ് ആയി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് പോയി നോക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ പണി എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകുക അല്ലേ? അതെ. മുടിയുടെ ഇതൊക്കെ അങ്ങ് പോയല്ലോടാ അച്ചു. മുടി നമ്മള് ചെയ്തത് ശീതവണ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് നിന്നില്ല, ഒരുപാട് നിന്നില്ല നമ്മൾ വിചാരിച്ച കണക്കൊന്നും. പിന്നെ അത് മാത്രമല്ല, ഈ തവണ ചെയ്തിട്ട് ഭയങ്കര
കെമിക്കലോ ഒരു എന്തൊരു സ്മെല്ല്. സ്മെല്ലായിരുന്നു. പക്ഷെ അത് പോവാൻ നമ്മൾ ഭയങ്കര എത്ര പാടാണ്. വാഷ് ചെയ്തിട്ടും ആ സ്മെല്ല് മാറുന്നില്ല. ഞാൻ ഇത്രയും തവണ ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ഉം. ഞാൻ വിചാരിച്ച എന്റെ മുടി മൊത്തം പൊഴിഞ്ഞു പോയെന്ന്. പക്ഷെ പൊഴിച്ചിലുണ്ടായിരുന്നു. സാറിന് നല്ല രീതിയിൽ പൊഴിച്ചിലുണ്ടായിരുന്നു. പക്ഷെ സ്മെല്ല് സഹിക്കാൻ വയ്യായിരുന്നു. നമ്മൾ എത്ര ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ മറ്റേ മാസ്ക് ഇട്ട് വാഷ് ചെയ്ത് എല്ലാം ചെയ്തിട്ടും എന്നിട്ടും ഇത് പോയില്ല. പോയില്ല. ഇന്നിപ്പം ഇവിടെ കാണുമ്പോ ഏകദേശം മനസ്സിലാവും. പുട്ടി മറ്റേ വെള്ള കളറല്ലായിരുന്നു. ഇത് പുട്ടിയാണോ? പുട്ടിയല്ല, ബോഡി ഫില്ലർ. ബോഡി ഫില്ലർ. ഗേറ്റിനൊക്കെ ബോഡി ഫില്ലർ അല്ലേ? അതായത് ബോഡി ഫില്ലർ ഇച്ചിരി കട്ടിയുള്ള സാധനം. 2 സാധനങ്ങൾ കണ്ടില്ലേ? ഒരു വെള്ള ഇതിനകത്ത് ചെറിയൊരു ട്യൂബിനകത്ത്. ഞാൻ വെള്ള കണ്ടോണ്ടാ ചോദിച്ചത് പുട്ടിയാണ്. നമ്മള് മതിലൊക്കെ ഇടുന്ന പുട്ടിയല്ലേ? അതല്ല. എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാ. നമ്മുടെ ഞാൻ പറഞ്ഞുതരാം. കൈപ്പറ്റിയ അങ്ങനെ ആക്കണ്ട, അങ്ങനെ തന്നെ ശരി. ഞാൻ ടിന്നർ വെച്ച് തുറച്ചു. മറ്റേ ഒരു ചെറിയൊരു ട്യൂബിനകത്ത് ചുവപ്പ് സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ നിന്ന് ഇടുന്ന ഇങ്ങനെ വടിച്ച് ബ്ലേഡ് വെച്ചിടുന്നുണ്ടല്ലേ, അതാണ് ബോഡി ഫില്ലർ. പുട്ടിന്ന് വേണം ചിലര് പുട്ടിന്ന് പറയുമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ബോഡി ഫില്ലർ എനിക്കറിയത്തില്ല. ഞാൻ പുട്ടിന്ന് പറഞ്ഞ എന്തോന്നറിയാം, നമ്മള് വീട്ടിലൊക്കെ പെയിന്റ് അടിക്കാൻ നേരത്ത് പുട്ടി ഇടുന്നത് ഉണ്ട്. അത് വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അല്ല, വ്യത്യാസമുണ്ട്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അതിനെ പേപ്പർ ഇട്ട് കറക്റ്റ് ഷേപ്പ് ആക്കി എടുത്ത് അത് ഞാൻ കണ്ട അച്ഛൻ ചെയ്യുന്നത്. കാര്യം ഈ ഭാഗത്ത് വെൽഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് 2 ഇതിലായിപ്പോയി. ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, ചെറിയ കുഴി കണക്കുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് ഇതാക്കി എടുത്തതിന് ശേഷം വീണ്ടും അച്ഛനൊന്ന് പ്രൈമർ ടച്ച് ചെയ്ത് വെച്ചേക്കുക. ഇനിയിപ്പം നാളെ അച്ഛന് സമയം ഉണ്ടെങ്കിൽ അച്ഛൻ അടിക്കും, ഇല്ലെങ്കിൽ അടിക്കത്തില്ല. അതിങ്ങനെ കിടന്ന് ഉണങ്ങി സെറ്റായി വരും. ഇനിയിപ്പോൾ ഉണങ്ങി എത്ര ഉണങ്ങിയാലും നല്ലത് തന്നെ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ വെൽഡിങ് ഇതൊക്കെ ചെയ്തേക്കും. ചെറിയ വെൽഡ് ചെയ്തതിന്റെ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം അടച്ച് അതൊക്കെ അടച്ചിട്ട് ഇതിട്ട് വെച്ചാൽ എന്താണെന്നറിയോ? അപ്പൊ അതിനകത്തൂടെ വെള്ളം ഇറങ്ങി ഗേറ്റ് പെട്ടെന്ന് ചീത്തയാവത്തി. അതിന് വേണ്ടിട്ട് അങ്ങനെ അതായിരുന്നു. ഇവിടെ കുറെ നേരം നിൽക്കാൻ പറ്റുന്നില്ല, കൊതു. മാത്രമല്ല ഇതായിരുന്നു ഏറ്റവും വലിയ പണി. ഇതിട്ട് പേപ്പർ പിടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി നേരമൊന്നുമില്ല. എത്ര ദിവസം എടുത്തില്ലേ? ഒരുപാടുണ്ടായിരുന്നു. കാര്യം ഇതില് അച്ഛനെല്ലാം എന്തൊരു ജോലി ചെയ്താലും ഭയങ്കര നീറ്റ് ആയിട്ട് നല്ല പെർഫെക്ഷൻ ആയിട്ട് സമയം എടുത്താ ചെയ്യുന്നത്. അതൊക്കെ അങ്ങനെ അച്ഛൻ ചെയ്യത്തോളൂ. എന്താ അറിയോ, ഇതിനകത്ത് ഇത് മാത്രല്ല എന്തൊരു കാര്യം ചെയ്താലും അങ്ങനെ പെട്ടെന്ന് കൊതു അടിക്കുന്ന ഭയങ്കര കൊതു. ഇനി കൊതു അടിച്ചിട്ട് വേണം ഇനി ഇല്ലാത്ത അസുഖം കൂടെ വരാൻ. അല്ലേ തന്നെ വന്ന അസുഖം തന്നെ മതിയായിരിക്കും. അതെ, 2-3 ആഴ്ച കൊണ്ട് ഞങ്ങൾ തളർന്നുപോയി. ഭയങ്കരമായിട്ട് ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കുക. അയ്യോ, അത് കണക്ക് തന്നെ വേറൊരു കാര്യം ഇന്ന് ഞാൻ പറഞ്ഞില്ല. അതൊന്ന് പറഞ്ഞാലോ? അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ? എന്താ സംഭവം എന്ന് അച്ഛനറിയാം. അത് അവിടെ നിപ്പുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് എന്തായിരുന്നു എല്ലാവർക്കും അറിയാം. ആ ചെടി എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനൊരു സംഭവം ആർക്കും അറിയത്തില്ല. ഇതൊക്കെ ഈ സംഭവം കണ്ട, ഈ സാധനം അതിന്റെ പേരെന്തുവാടാ? ഇതിന്റെ പേര് ശവന്നാറി എന്നാണെന്ന് തോന്നുന്നു. എന്തിനാ ഈ ചെടി ഇങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ എന്തോ എന്നും പൂവാണ്. അത് കാട്ടിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് ഈ ചെടി. ഈ ചെടി ഞങ്ങൾക്ക് കാട്ടിൽ നിന്നൊന്നും കിട്ടിയതല്ല. ഞങ്ങൾക്ക് അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാ. അച്ഛൻ പറഞ്ഞൊരു ചെടിയുണ്ട്, ഒരു അടിപൊളി ചെടിയാ, നിറച്ച് പൂവുണ്ട്. അച്ഛന് പേരൊന്നും അറിയത്തില്ലല്ലോ. അറബികളുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന അവിടെ മൊത്തം അറബികളുടെ വീട് മൊത്തം ഈ ചെടിയാന്നൊക്കെ അച്ഛൻ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്നപ്പോ എന്തുവാ, ഇവിടങ്ങളിലെ എല്ലാ വീടുകളിലും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല കാട്ടിലും ഒക്കെ നിൽക്കുന്നതാണ്. ഇതേ കണക്ക് നമ്മുടെ കാട്ടിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് മറ്റേ ഗോൾഡൻ ബെറി. ഗോൾഡൻ ബെറി അതും അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അത് കഴിക്കുകയും ചെയ്തു. നമ്മൾ ഇവിടെ പോയപ്പോ കണ്ടായിരുന്നു, ഇവിടെ ലുലുവിൽ പോയപ്പോ. ഇതിന്റെ കാര്യം പറയാനുള്ള റീസൺ എന്താ അറിയോ? ഞാൻ ഇന്ന് ഫേസ്ബുക്കിലല്ല യൂട്യൂബിലാന്ന് തോന്നുന്നു, ഒരു തമിഴ് ചാനലിനകത്ത് കാണിച്ചേക്കുന്നു എത്രയോ ഏക്കറിൽ ഈ ചെടി കൃഷി ചെയ്തേക്കുന്നു. എന്നുവെച്ചാൽ ചെടിയായിട്ടല്ല, ഇതിനെന്തോ ഔഷധ ഗുണമുണ്ട്. എന്തോ എനിക്ക് മനസ്സിലായില്ല. അവരുടെ തമിഴ് എനിക്ക് അത്ര അങ്ങോട്ട് പിടികിട്ടില്ല. ഏകദേശം അങ്ങനെ പറഞ്ഞത്. എത്ര ഏക്കറിനകത്താ കൃഷി ചെയ്തേക്കുന്നത്? വേറൊരു കൃഷിയില്ല അല്ലേ? ഇത് ഫുൾ ഈ പൂവും ഇതും കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ സെയിം സാധനം വന്നു. ഇതാണെങ്കിൽ ഇവിടെ വ്യത്യാസം ഉണ്ടോ നമുക്ക് അറിയില്ല. ഇവിടെ പൂ വിളിച്ചിരിക്കുന്ന അച്ഛനാണെങ്കിൽ കൂടുതലും പൂ വിളിക്കുന്ന ചെടിയെ ഇഷ്ടം. ഏട്ടനാണെങ്കിൽ ഈ ചെടി ഇഷ്ടമല്ല. എനിക്ക് പൂ എനിക്ക് ഇഷ്ടം ഏതൊക്കെയാണെന്നറിയാം? ഇലച്ചെടിയാ ഇഷ്ടം. പൂ വിളിക്കുന്ന ചെടിയൊന്നും ഇഷ്ടമല്ല, ഇലച്ചെടിയാ കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇതൊക്കെ പിഴുതുകളെന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ പൂ വിളിക്കുന്ന ചെടി നിൽക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാ. അത് കണക്ക് 1-2 ഇവിടെ നിൽപ്പുണ്ട് പലതും. അതാ ഇപ്പൊ തന്നെ ഇവിടെ മറ്റേ മല്ലി എന്തോ പറയുന്നത്, വാടാമല്ലി.
വാടാമല്ലി എനിക്കൊന്ന് ചെടിച്ചട്ടി വെക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ തറയിൽ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അങ്ങാവും. ചെടിച്ചട്ടി നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ അയ്യോ ചെടിച്ചട്ടി നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ കോലി കണക്ക് പോകും, കുറെ നാൾ കഴിയുമ്പോൾ വാടിപ്പോവും. പക്ഷെ തറയിൽ വെച്ച് കഴിഞ്ഞാൽ മണ്ണിനകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാള് ഇഷ്ടം പോലെ അങ്ങാവും. നമ്മള് ഡോക്ടറിന്റെ വീട്ടിൽ പോയപ്പോ കണ്ടായിരുന്നു, വീട്ടിലല്ല ക്ലിനിക്കിൽ പോയപ്പോ കണ്ടായിരുന്നു. അത് 2 സൈസ് തുളസിയിലെ നിപ്പുണ്ടായിരുന്നു, കണ്ടായിരുന്നു. ഒന്ന് കാട് കണക്ക് പിടിക്കുന്നു, കൃഷ്ണ തുളസിയും വേറെ ഒരു തുളസിയും. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് നാളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നാളെ വരാന്ന് വിചാരിക്കുന്നു. നാളെയും വീഡിയോ ഇടാം, നമുക്ക് എന്നും വീഡിയോ ഇടാം. ഒരു ഹിന്റ് തരാം, നമുക്ക് നമ്മുടെ എൻഗേജ്മെന്റിന്റെ ആൽബം കാണിച്ചു കൊടുക്കാം. നാളത്തെ വീഡിയോയില് എൻഗേജ്മെന്റിന്റെ ആൽബം, കല്യാണ ആൽബം കാണിച്ചിരുന്നേ. ടൈം കൂടുതൽ എടുക്കുവാണെങ്കിൽ 2 പാർട്ടായിട്ട് ഇടാം, ഇല്ലെങ്കിൽ ഒറ്റ പാർട്ടായിട്ട് ഇടാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അപ്പം ഒരു കാര്യം പറഞ്ഞില്ല, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിലും എന്തായാലും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.